2024 ജൂലൈ മാസം 30-ാം തീയതി പുഞ്ചിരിമുറ്റത്ത് 1755 അടി മുകളിൽ പൊട്ടിയ ഒറ്റ ഉരുളിൽ പുഞ്ചിരിമുറ്റവും മുണ്ടക്കയ്യും അട്ടാമലയും ആറാമലയും എല്ലാം ഉൾപ്പെടുന്ന ചൂരൽമല പുന്നപ്പുഴയുടെ തീരത്ത് 1 ചതുരശ്ര കിലോമീറ്ററിനകത്ത് കൂട്ടായി മനുഷ്യൻ താമസിച്ചിരുന്ന പ്രകൃതി സൗന്ദര്യത്തിന്റെ കേന്ദ്രമായ മേപ്പാടിയിലെ അന്നത്തെ 10, 11, 12 വാർഡുകൾ 1 ചതുരശ്ര കിലോമീറ്ററിനകത്ത് 298 മനുഷ്യരെ ഭൂമുഖത്തു നിന്നില്ലായ്മ ചെയ്ത ഒരു ദുരന്തം സമീപ ഭൂതകാലത്ത് ഒരു കേന്ദ്രത്തിൽ ഒരുമിച്ച് കേരളം കണ്ടിട്ടില്ല. ആ ദുരന്തത്തിൽ കേരളം തുറന്ന മനസ്സോടെ നിന്നില്ലേ? എല്ലാവരോടും സഹായം അഭ്യർത്ഥിച്ചില്ലേ? കേരളത്തിനോടുള്ള സമീപനം എന്തായിരുന്നു? ആഗസ്റ്റ് മാസം 11-ാം തീയതി കൽപ്പറ്റയിലെ SKMJ സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിൽ ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന് വാഹനമിറങ്ങുമ്പോൾ നിറഞ്ഞ ദുഃഖത്തിനിടയിലും ഞങ്ങൾ പ്രതീക്ഷകളുടെ പൂത്തുലഞ്ഞ മനസ്സുമായി അദ്ദേഹത്തെ സ്വീകരിച്ചു. IMCT അവിടെയുണ്ട്, ഇന്ത്യൻ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം അവിടെയുണ്ട്. ഈ ദുരന്തം ഏതു ലെവലിലാണ് എന്നറിയാൻ L3-ലാക്കി ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ അതിതീവ്ര ദുരന്ത ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം എന്ന കേരളത്തിൻ്റെ അഭ്യർത്ഥന നോക്കാൻ ആഗസ്റ്റ് 9-ന് IMCT വയനാട്ടിലുള്ളപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നു. അദ്ദേഹം ചൂരൽമലയിലേക്ക് നേരിട്ട് പോയി. പട്ടാളം നിർമ്മിച്ച പാലത്തിൻ്റെ മുകളിൽ അദ്ദേഹം കയറി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ണിമാഷും കുട്ടികളും പാടിയും പഠിച്ചും നടന്ന വെള്ളാർമല സ്കൂളിലേക്ക് 100 അടി നടന്നു. തിരിച്ചു വന്ന് മേപ്പാടി ആശുപത്രിയിൽ 2.5 വയസ്സുള്ള നൈസമോളെ ഓമനിക്കുന്ന ചിത്രം ലോകത്തിൻ്റെ ലിഖിതമായ ഭാഷകളിൽ പുറത്തിറക്കി എല്ലാ മാധ്യമങ്ങളും പ്രസിദ്ധീകരിച്ചു. കൽപ്പറ്റയിലെ കളക്ട്രേറ്റിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നിരുന്ന് ഞങ്ങളുമായി ഈ കാര്യങ്ങൾ സംസാരിച്ചു. അടിയന്തരമായൊരു മെമ്മോറാണ്ടം കൊടുക്കണം എന്ന് കേരളത്തിനോട് ആവശ്യപ്പെട്ടു. കേരളം ആ മെമ്മോറാണ്ടം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പോയി 5 ദിവസത്തിനുള്ളിൽ സമർപ്പിച്ചു. നഷ്ടം 1202 കോടി. ആഗസ്റ്റ് 14-ാം തീയതി കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള KSTMയുടെ കേന്ദ്ര വിഭാഗമായിട്ടുള്ള ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ആഗസ്റ്റ് 14-ന് ഒരു പുതിയ നിർദ്ദേശം വെച്ചു. ഞങ്ങളിതാ റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ വിൻഡോ ആരംഭിക്കുന്നു. നിങ്ങൾ നഷ്ടപരിഹാരത്തിൻ്റെ കണക്ക് നേരത്തെ തന്നു. ഇനി നിങ്ങൾക്ക് പോസ്റ്റ് ഡിസാസ്റ്റർ അസസ്മെൻറ്റ് PDNA നിങ്ങൾക്ക് അതുകൂടി സമർപ്പിക്കാം. അത് ഞങ്ങൾ സമർപ്പിച്ചു. 2202 കോടി. എന്തായിരുന്നു കേന്ദ്രത്തിൻ്റെ സമീപനം? 298 പേർ മരിച്ച, ആയിരക്കണക്കിന് മനുഷ്യർ അനാഥരാക്കിയ, 100 കണക്കിന് വീടുകൾ തകർന്നുപോയ, പാലങ്ങളും റോഡുകളും ആശുപത്രികളും അംഗനവാടി കെട്ടിടങ്ങളും വില്ലേജ് ഓഫീസും എല്ലാം പുനഃസംഘടിപ്പിക്കേണ്ട ചൂരൽമലയിലെ ദുരന്ത ബാധിതരോട് കേന്ദ്രത്തിൻ്റെ സമീപനം എന്തായിരുന്നു? ആ മെമ്മോറാണ്ടം കൊടുത്തതിന് ശേഷം ഒരു ജനാധിപത്യ മര്യാദയുടെ ഏറ്റവും ഉയർന്ന രൂപം എന്ന നിലയിൽ കേവലം വഴികളിലൂടെ അയക്കുക മാത്രമല്ല, ഉചിതമാർഗേന അയക്കുക മാത്രമല്ല, കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നേരിട്ട് സന്ദർശിച്ച് ആ നഷ്ടപരിഹാരത്തിൻ്റെ കണക്ക് പറഞ്ഞു. PDNA സമർപ്പിച്ചതിന് ശേഷം മുഖ്യമന്ത്രിയുടെ യാത്രയിൽ വീണ്ടും ഞങ്ങൾ കൊടുത്ത പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റിൻ്റെ കണക്ക് പറഞ്ഞു. എന്തായിരുന്നു കേരളത്തിനോടുള്ള സമീപനം? പണം തന്നില്ല എന്ന് മാത്രമല്ല, 2005-ൽ ഇന്ത്യയുടെ പാർലമെന്റ് ഏകകണ്ഠമായി പാസാക്കിയ ദുരന്ത നിവാരണ ആക്ടിൻ്റെ സെക്ഷൻ 13 പ്രകാരം ദുരന്തബാധിതരായിട്ടുള്ള മനുഷ്യരെ ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചറിൽ പെടുത്തിയാൽ അതിലെ ദുരന്തബാധിതരായ മനുഷ്യരുടെ കടങ്ങൾ ദേശസൽക്കരണ ബാങ്കുകളിൽ കടങ്ങൾ എഴുതിത്തള്ളാനുള്ള അവകാശമുണ്ട്. എഴുതിത്തള്ളാം എന്ന് മാത്രമല്ല, അങ്ങനെ എഴുതിത്തള്ളുന്നതിൻ്റെ കൂട്ടത്തിൽ ജീവനോപാധിക്ക് വേണ്ടി പുതിയ കടമെടുക്കാനും അത് കേന്ദ്രത്തെ ചുമതലപ്പെടുത്തുന്നുണ്ട്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒറ്റ പ്രമേയം മതി. ഇന്നലെ ഈ തിരുവനന്തപുരത്ത് വന്നുപോയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉണ്ടല്ലോ, ഒറ്റ വരവിൽ ഈ കേരളത്തെ മാറ്റും എന്ന് പറഞ്ഞ കേന്ദ്ര ആഭ്യന്തരമന്ത്രി, അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ ഒരു യോഗം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ചേർന്ന് ഈ മേപ്പാടി പഞ്ചായത്തിലെ ദുരന്ത ബാധിതരായ മനുഷ്യരുടെ ദേശസൽകൃത ബാങ്കുകളിലെ കടമെഴുതി തള്ളണം എന്ന ഒറ്റ പ്രമേയം നടത്തിയാൽ സെക്ഷൻ 13 അനുസരിച്ച് ആ കടമെഴുതി തള്ളാൻ ദേശസാൽകൃത ബാങ്കുകൾ നിർബന്ധിതരാണ്. കേരളത്തിന് ആ പണം കൊടുക്കാം, പക്ഷേ അത് കൊടുത്താൽ സിബിൽ സ്കോർ തുടരും, പിന്നെ കടമെടുക്കാൻ പറ്റില്ല ആ ദുരന്തബാധിതന്. കേരളത്തിന് പറ്റാവുന്നത് എന്താ?
ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രിയുണ്ട്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആ ദുരന്തം നടന്ന് 1 മാസത്തിനുള്ളിൽ ആ ദുരന്തബാധിതരായ മനുഷ്യരുടെ കേരള ബാങ്കിലെ 6 കോടിയിലധികം വരുന്ന കടങ്ങൾ പൂർണ്ണമായി ഇന്ത്യക്ക് മാതൃകയായി കേരള ബാങ്ക് എഴുതി തള്ളിക്കൊണ്ടുള്ള പ്രഖ്യാപനം നടത്തി. എന്തേ കേന്ദ്ര ഗവൺമെന്റ് ആ പ്രഖ്യാപനം നടത്തിയില്ല? അമിത്ഷാ 1 മിനിറ്റ് ഇരുന്ന കമ്മിറ്റി കൂടിയാൽ കേരളത്തിലെ മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിലെ ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതി തള്ളാം. തള്ളിയില്ലെന്ന് മാത്രമല്ല, കേരളത്തിലെ ഹൈക്കോടതി സുവോട്ടോ എടുത്ത ഒരു കേസിൽ സെക്ഷൻ 13 അനുസരിച്ച് കടം എപ്പോൾ എഴുതി തള്ളും എന്ന തുടർച്ചയായ ചോദ്യത്തിന് ഈ ആഴ്ച, അടുത്തയാഴ്ച, അടുത്ത മാസം എന്ന് മറുപടി പറഞ്ഞിരുന്ന സോളിസിറ്റർ ജനറൽ വീണ്ടും മഴ പെയ്ത് വയനാട് പേടിച്ചിരിക്കുന്ന ജൂൺ മാസത്തിൽ ഒരു നാണവുമില്ലാതെ കേരളത്തിലെ ഹൈക്കോടതിയുടെ മുമ്പിൽ പറഞ്ഞു, കേന്ദ്ര പാർലമെന്റ് പാസാക്കിയ ദുരന്ത നിവാരണ ആക്ട് 2005 സെക്ഷൻ 13 ഞങ്ങൾ എടുത്തു കളഞ്ഞു. എന്തൊരു അപമാനകരം, എന്തൊരു അപകടകരം, എന്തൊരു ക്രൂരത! ദുരന്തത്തെക്കുറിച്ച് സുപ്രീം കോടതിയുടെ നിലപാടുണ്ട്, ഒരു സെറ്റിൽഡ് പൊസിഷൻ. ഒരു ദുരന്തമുണ്ടായാൽ സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ബന്ധമെന്തായിരിക്കണം? സുപ്രീം കോടതി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം രേഖപ്പെടുത്തി, കേന്ദ്രത്തിന്റെ റോൾ ഒരു ദുരന്തമുണ്ടായാൽ ഒരു ഗാർഡിയൻ ഏഞ്ചലിന്റെ റോളായിരിക്കണം. മാലാഖയാവണ്ട. പക്ഷേ എല്ലാം നഷ്ടപ്പെട്ട ദുരന്തബാധിതരുടെ മുമ്പിൽ ചെകുത്താന്റെ രൂപത്തിൽ അവതരിപ്പിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിനോട് മനുഷ്യരെ വെല്ലുവിളിക്കുകയാണ്. മേപ്പാടിയിലെ ആശുപത്രിയിൽ 2.5 വയസ്സുള്ള നൈസമോളെന്ന കുഞ്ഞിനെ മുഖ്യമന്ത്രി എടുത്തതിന്, പ്രധാനമന്ത്രി എടുത്ത് ഓമനിച്ചതിന് ഇന്ത്യയിലെ പത്രങ്ങൾ കൊടുത്തൊരു അടിക്കുറിപ്പുണ്ട്. ദുരന്ത ഭൂമിയിൽ ഒരു കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി. കേരളം ഇപ്പോൾ തിരിച്ചറിയുകയാണ്. ആഗസ്റ്റ് 11 2.5 മണി നേരത്ത് മേപ്പാടി ആശുപത്രിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കളിപ്പിച്ചതൊരു കുഞ്ഞിനെയല്ല, 3.5 കോടി മലയാളിയെ കളിപ്പിക്കുകയായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന യാഥാർത്ഥ്യം ഈ നാട് തിരിച്ചറിയുന്നു. എന്തേ കേരളത്തിലെ പ്രതിപക്ഷം ഈ കാര്യത്തിലെ നിലപാട്? എനിക്കൊരു കണക്ക് മനസ്സിലായില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് ഈ കണക്ക് മനസ്സിലായില്ല. പണിയാൻ പോകുന്നത് 410 വീട്. ആ 410 വീട്ടിൽ കർണാടക ഗവൺമെൻറ് തരുമെന്ന് പ്രതീക്ഷിക്കുന്ന 10 കോടിയാണ് ആകെ തന്നത്. തരുമെന്ന് പ്രതീക്ഷിക്കുന്നത് പൂർണ്ണമായി കൂട്ടിയാൽ 100 വീട്. പിന്നെ ഇപ്പോഴും ഭൂമിയുടെ രേഖ കൃത്യമല്ലാത്ത ഭൂമിയിൽ ലീഗ് പണിയും എന്ന് പ്രതീക്ഷിക്കുന്ന 100 വീട്. ഇനി എപ്പോഴെങ്കിലും പണിതേക്കാം എന്ന് കോൺഗ്രസ് കൂട്ടിയിട്ടുള്ള 100 വീട്. അപ്പം 300 വീടായി. ബാക്കി 110 കേരളം പണിയുന്നുള്ളൂ എന്നൊരു കണക്ക് എങ്ങനെ കൂട്ടി മനസ്സിലായി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. പറഞ്ഞ അദ്ദേഹത്തിന് മനസ്സിലായി കാണില്ല. കേരള ഗവൺമെൻറ്റിന് കർണാടക ഗവൺമെൻറ് 10 കോടി രൂപ തന്നു, 50 വീടിൻ്റെ സംഖ്യ. കർണാടക ഗവൺമെൻറ് മാത്രമല്ല, 4 ഗവൺമെൻറ്റുകൾ അങ്ങനെ പണം തന്നു. ഞാൻ ആ പണത്തിൻ്റെ കണക്ക് ഇവിടെ അവതരിപ്പിക്കുന്നില്ല, പറഞ്ഞാൽ അവിവേകമാകില്ല എന്ന ധാരണയിൽ പറയട്ടെ. ഒരു ദുരന്തമുണ്ടായാൽ കേരളത്തിന് സഹായിച്ചു എന്ന് മാത്രമല്ല, കഴിഞ്ഞ കാലത്തൊക്കെ എവിടെ ദുരന്തമുണ്ടായാലും അതിന് തുല്യമായ സംഖ്യ കേരള ഗവൺമെൻറ്റും ആ സംസ്ഥാനത്തിന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാശ് കൊണ്ട് അവിടെ പണിത വീട് CPM പണിത വീടോ CPI പണിത വീടോ ബഹുജന സംഘടനകൾ ഘടകകക്ഷികൾ പണിത വീടോ ആണെന്നാരെങ്കിലും അവകാശപ്പെടുമോ? കേരളത്തിനോടുള്ള ഈ സമീപനത്തിലാണ് പ്രശ്നം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞത് ഞാൻ ആവർത്തിക്കട്ടെ. കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ എങ്ങനെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലാൻ ശ്രമിച്ചാലും അവസാനത്തെ ദുരന്തബാധിതനെ വരെ പുനരധിവസിപ്പിക്കാതെ ചുരമിറങ്ങില്ല കേരളം വയനാട്ടിൽ നിന്ന്. അത് ഈ ഗവൺമെൻറ് ആ മനുഷ്യർക്ക് കൊടുത്തുറപ്പാണ്.